നമ്മൾ വീണ്ടും വയനാട്ടിലേക്ക് പോവുകയാണ്. വയനാട്ടിലെ രക്ഷാദൗത്യം, അവിടെ കനത്ത മഴയാണ്. ഈ ദൗത്യത്തിന് തിരിച്ചടിയായി വലിയ മഴ നിലനിൽക്കുന്നുണ്ട് ഈ പ്രദേശത്ത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം വലിയ അപകടമുണ്ടായ ഈ ആദ്യത്തെ ദിവസം ചൂരൽമലയിലൊക്കെ കനത്ത മഴ, കണ്ണാടിപ്പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നൊരു നിലയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം അത് ഇനി മുന്നോട്ട് എങ്ങനെ എന്നുള്ളൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ലക്ഷ്മി, അത് തന്നെയാണ് ആശങ്കയെ നിൽക്കുന്ന കാര്യം. ഞാനിപ്പോൾ പറഞ്ഞു നിർത്തിയൊരു കാര്യം, ഈ ചൂരൽമലയിൽ കണ്ണാടിപ്പുഴയിലൊക്കെ അതിശക്തമായ മഴ തുടരുന്നു. ഈ മലവെള്ളപ്പാച്ചിലുണ്ട്, പെരുമഴയാണ് ചൂരൽമഴയിലെന്ന് മനസ്സിലാക്കുന്നു. ഈ രക്ഷാപ്രവർത്തനം ഇനി എങ്ങനെ, ഇന്നിനി ഉണ്ടാകുമോ നിലവിലെ ഒരു സാഹചര്യം? പ്രവർത്തനം ഏതാണ്ട് സ്തംഭിച്ച അവസ്ഥയിലാണ് ഈ ദിവസത്തേത്. അപ്പോഴും കിറ്റാച്ചുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടക്കുന്നു എന്ന് അവിടെ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ നേരത്തെ പറയുകയുണ്ടായി. ദേവൻ നേരത്തെ പറഞ്ഞതാണ് കിറ്റാച്ചു ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടക്കുന്നുവെന്ന്. പക്ഷേ കാര്യക്ഷമമായ ഒരു രക്ഷാപ്രവർത്തനം ഏതായാലും ഇന്ന് ഈ രാത്രി ഇനി സാധ്യമല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മുണ്ടക്കൈയിലെ ഏതാണ്ട് അവസാനിപ്പിച്ച മട്ടാണ് ഉള്ളത്. കാരണം മുണ്ടക്കൈയിൽ ഇനി വലിയ യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഹിറ്റാച്ചി അടക്കം വലിയ യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യമായ തരത്തിൽ തന്നെ നടത്തേണ്ടി വരും. കാരണം ഒരുപാട് അടി മുകളിലേക്ക് മണ്ണ് വീണ് കിടപ്പുണ്ട്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലായിരിക്കണം ഇനി ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ടാവുക. അവരെ പുറത്തെടുക്കണമെങ്കിൽ, മൃതദേഹങ്ങളൊക്കെ പുറത്തെടുക്കണമെങ്കിൽ കാര്യമായ രക്ഷാപ്രവർത്തനം തന്നെ വേണ്ടിവരും. അതിന് നിലവിൽ ഈ രാത്രി ഈ ഇരുട്ടിൽ ഈ പ്രതികൂല കാലാവസ്ഥയിൽ കനത്ത മഴയിൽ സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. ഇന്ന് രാവിലെ എത്തിയപ്പോൾ ഏതായാലും നല്ല കാലാവസ്ഥയായിരുന്നു, വെയിലൊക്കെ ഉണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനം വേഗത്തിൽ നടക്കുന്ന എല്ലാവരും പ്രത്യാശ പ്രകടിപ്പിച്ച ഒരു ദിവസമായിരുന്നു. പക്ഷേ അത് ഉച്ചയ്ക്ക് ശേഷം കാലാവസ്ഥ പൂർണ്ണമായും മാറുകയും രക്ഷാപ്രവർത്തനങ്ങൾ അവതാളത്തിലാവുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ലക്ഷ്മി, ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ 246 മരണങ്ങൾ സ്ഥിരീകരിക്കപ്പെടുമ്പോൾ ആശങ്കയാകുന്ന ഒരു കാര്യം, നമ്മുടെയൊക്കെ നെഞ്ച് തകർക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോഴും 225 പേർ അവർ കാണാമറയത്താണ് എന്നുള്ളതാണ്. അതാണ് പലരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. പലരും മിസ്സിംഗ് ആയിട്ടുള്ള ആളുകൾ ഉണ്ട്. ഇതിൽ തന്നെ മിസ്സിംഗ് കണക്കുകളിൽ തന്നെ അപാകതകൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. വോട്ടേഴ്സ് ഐഡിയിൽ പേരുള്ളവരെ നോക്കിയാണ് മിസ്സിംഗ് കണക്കുകൾ കാണിച്ചിരിക്കുന്നത്. പിന്നെ പലരും ഈ പുറത്തു വന്ന ആളുകൾ കാണാനില്ല എന്നുള്ള വിവരം പറയാൻ പറ്റാത്ത, ഇപ്പൊ ഒരു കുടുംബത്തിലെ തന്നെ എല്ലാവരും മരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവർക്ക് പറയാൻ പറ്റില്ല എന്നുള്ള കാര്യവും ഇവിടെ ആളുകൾ പറയുന്നുണ്ട്. ഏതായാലും 225ഓളം പേരെ കാണാനില്ല എന്ന് പറയുന്നത് ആശങ്കയുണ്ടാക്കുന്ന ഒരു കണക്ക് തന്നെയാണ്. പിന്നെ പലരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഇവിടെ ഒരു ഹൃദയഭേദകമായ കാഴ്ച തന്നെയാണ്. ഓരോ മൃതദേഹം വരുമ്പോഴും ആളുകൾ ഓടി വന്ന് തങ്ങളുടെ ഉറ്റവരാണോ എന്ന് നോക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉള്ളുലയ്ക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് അത്. പലരും തിരിച്ചറിയുമ്പോൾ വലിയ വാവിട്ട് നിലവിളിക്കുന്ന കാഴ്ചകൾ, അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഒരു ദുരന്ത ഭൂമിയുടെ എല്ലാത്തരം ദുഃഖ കാഴ്ചകളും എല്ലാത്തരം സങ്കട കാഴ്ചകളുമാണ് നമുക്ക് ഈ മേപ്പാടിയിൽ കാണാൻ സാധിക്കുന്നത്. വിറങ്ങലിച്ച് നിൽക്കുന്ന മനുഷ്യരെയും നമുക്ക് ഇടയ്ക്ക് കാണാൻ പറ്റി. ഒരു കുടുംബത്തിലേക്ക് തന്നെ 20 പേരെ 25 പേരെയൊക്കെ കാണാനില്ല എന്ന് പറഞ്ഞ് ഓരോ മനുഷ്യരും ഇവിടെ വന്ന് നിൽക്കുന്നത് കാണാനുണ്ടായിരുന്നു. അതിൽ പലരുടെയും ഉമ്മയടക്കം, അങ്ങനെ അടുത്ത ആളുകൾ, അടുത്ത ബന്ധുക്കൾ. മാത്രമല്ല മറ്റൊരു കാഴ്ച, ഈ ആളുകളെ മുഴുവൻ ഈ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞ് കൊണ്ടുപോകുന്ന മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അത് വളരെ കൂട്ടത്തോടെ സംസ്കരിക്കേണ്ടി വരുന്ന, എല്ലാവർക്കും ഒരുമിച്ച് ചടങ്ങ് നടത്തേണ്ടിയൊക്കെ വരുന്ന ഒരു കാഴ്ചയാണ്. പള്ളിയിലൊക്കെ എപ്പോഴും ജനത്തിരക്കാണ്. നമുക്ക് ആ ഭാഗത്തേക്കൊന്നും ആരും തന്നെ മാധ്യമപ്രവർത്തകരൊന്നും അങ്ങനെ കടന്നു ചെല്ലില്ല. കാരണം അത്രയും സെൻസിറ്റീവായ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെയൊന്നും ആരും കയറി ചെല്ലില്ല. പക്ഷേ നമുക്ക് ആ പള്ളികളിലൊക്കെ നിറഞ്ഞു കവിഞ്ഞ, മസ്ജിദുകളിൽ ഈ സമയത്ത് നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നത് ആളുകളുടെ സംസ്കാരത്തിനാണ്, അവരുടെ അടക്കലിന് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം അറിയാം. അപ്പം അങ്ങനെ നിരന്തരം അത്തരം ചടങ്ങുകൾ നടക്കുന്നു. അക്ഷരാർത്ഥത്തിൽ വയനാട് ഒരു ദുരന്ത ഭൂമിയായി, ഒരു കണ്ണീർ ഭൂമിയായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ എത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞത്. ശരി ലക്ഷ്മി, നമ്മൾ ഈ എപ്പോഴും പറയും, ഈ നമ്മുടെ മറ്റ് ജില്ലക്കാരൊക്കെ ഏറ്റവും കൂടുതൽ
പോകാനും കാണാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ഈ വയനാട്. അവിടുത്തെ ആ ഒരു ഭൂപ്രകൃതിയും അവിടുത്തെ ആ ദൃശ്യഭംഗിയും ഒക്കെ തന്നെയാണ് വയനാടിനെ ഈ നമ്മളിലേക്ക് ആകർഷിക്കുന്ന ഒരു കാര്യം. അങ്ങനെയുള്ളൊരു വയനാടാണ് ഇന്ന് ഇത്തരത്തിൽ ചിന്ന ഭിന്നമായി കിടക്കുന്നത്, ഈ കൂട്ടത്തോടെ ഒലിച്ചു പോരുന്നത്. ഈ ഒരു പ്രദേശമാകെ ഒലിച്ച് കല്ലും മണ്ണും കൂറ്റൻ പാറകളും മണ്ണും ഒക്കെ നിറഞ്ഞ് കവിഞ്ഞു കിടക്കുന്ന ഈ ഒരു പ്രേതഭൂമിയായി മാറിയിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ അത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ഇപ്പോൾ 246 മരണങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോഴും ആശങ്കയാകുന്ന കാര്യം 225ഓളം പേരെ, 225 എന്ന് പറയുന്ന ഒരു പക്ഷേ അതിൽ കൂടുതൽ പേരെയും ഇനി കാണാനില്ല എന്നുള്ള കാര്യങ്ങളാണ്.